പാവാട നിയമം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാറിയ നിയമത്തിനെ പറ്റിയാണ് പറയാൻ വന്നത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ എന്താണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ ഏത് സ്ത്രീകൾ വിചാരിച്ചാലും മുഖ്യമന്ത്രിയെ വേണമെങ്കിലും ജയിലിടാം. ഇതാണ് പാവാട നിയമം. അതെ, അതാണ് ആ നിയമവ്യവസ്ഥയുടെ അധപ്പതനം. അതെ, ആ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയോ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണുങ്ങള് ഈ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന അണക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഈ മൂക്കൾ ഉടയ്ക്കുന്ന കർച്ചീഫ് തുണികൾ ഉപയോഗിച്ച് കോണാൻ തയ്ച്ചിട്ടുണ്ട് വരികയോ നാണം മറച്ചു വരികയോ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തന്നെ കംപ്ലൈന്റ് കൊടുക്കും. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവര് തന്നെ പരാതി കൊടുക്കും. നേരെ മറിച്ച് നമ്മൾ അവരിട്ടോണ്ട് നടക്കുമ്പോൾ ഒന്ന് നോക്കിയോ ഒന്ന് കമന്റ് പറയുകയോ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മളെ പിടിച്ചകത്ത് നമ്മൾ തുണി ഇച്ചിരി കുറഞ്ഞ തുണി ഇട്ടോണ്ട് കിടന്ന പ്രശ്നം അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന അവർ പറയുന്നത്. ഇവിടെ പുരുഷന്മാർക്ക് വേറൊരു നിയമവും സ്ത്രീകൾക്ക് വേറൊരു നിയമവും. തുല്യത. അതെ, തുല്യതയുള്ള രാജ്യമാണ്, തുല്യതയുള്ള സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് എന്തു ആകാം. ഞങ്ങളെ കമന്റ് അടിക്കുന്നതിന് നമ്മളോട് പരാതി കൊടുത്താൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുവോ? ഒരാക്ഷനും ഇല്ല. അതിനകത്ത് കൂടിയ ആൾക്കാർ കൊണ്ട് കമന്റ് അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസുകാർ ഓടിപ്പോയി അവരെ പിടിക്കും. എത്ര കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന നമ്മുടെ കൊല്ലം MLA മുകേഷ് ഒരു പരാതി വന്നായിരുന്നു. ഓടി പുറകെ പോയോ? ഇല്ലല്ലോ. പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ കൂത്താട്ടം നടക്കുന്നുണ്ടല്ലോ. നിലാ നമ്പ്യാര് എന്നിട്ട് രശ്മി നായർ ഇവരൊന്നും മുണ്ടില്ലാതെ ആടുമ്പോ ആർക്കും കുഴപ്പമില്ല. അതൊന്നും ഒരു സൈബർ പോലീസുകാരോ സൈബറോ ആരും കാണത്തില്ല. അവരിങ്ങനെ ഡ്രസ് ഇല്ലാതെയും ഇച്ചിരിയുള്ള തുണി ഇട്ടുകൊണ്ട് കിടക്കുമ്പോഴത്തേന് ഇപ്പോഴത്തെ തലമുറയെ വളർന്നു വരുന്ന പിള്ളേരൊന്നും വഴി തെറ്റത്തില്ല. ഇതൊന്നും സൈബർ കുറ്റങ്ങളല്ലേ? അതൊന്നും കുറ്റമല്ല. ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം. അപ്പൊ ഓക്കെ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഈ പറയുന്നതിനകത്ത് എന്തേലും ഒരു കാര്യം തെറ്റെന്ന് പറയണ്ടോ? നിങ്ങൾ തന്നെ പറ. ബേസിക്കലി ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് തമ്മിലുള്ള ഇഷ്യൂ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹണി റോസിൻ്റെ ഡ്രസ്സിങ് ഭയങ്കര വീടായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. പിന്നെ അതുപോലൊക്കെ ഈ പറയുന്ന ഏതൊരു പെണ്ണ് വിചാരിച്ചാലും ഒരാണിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 100-150% പറ്റും. അത് ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ ഈ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു തെളിവില്ലെങ്കിലും പെണ്ണ് പറഞ്ഞോ അകത്താവും. പിണറായി വിജയൻ ഉൾപ്പെടെ അകത്താവും. അതുപോലൊക്കെ നമ്മുടെ നാട്ടിൽ തുല്യനീതിയാണ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു 75% പ്രയോറിറ്റി, ആണുങ്ങൾക്ക് 25% എന്നാണ് എനിക്ക് പേഴ്സണലി അന്നും ഇന്നും തോന്നിയേക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിളാ നമ്പ്യാരും. നിങ്ങളെ ബേസിക്കലി ഇത്രയും ചിന്തിക്കുക. മാനമര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളെക്കാട്ടിൽ ഇരട്ടിക്ക് മണ്ടയ്ക്ക് വ്യൂസ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ കൗണ്ട് ആണോ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ഹണി റോസിനാണെന്നുണ്ടെങ്കിലും നിളാ നമ്പ്യാർ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഉദാഹരണം, സാനിയ അയ്യപ്പൻ പണ്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടന്ന ഒരാളായിട്ട് ഞാൻ പണ്ടത്തെ കാര്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ സാനിയ അയ്യപ്പൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറി. അത് സാനിയ അയ്യപ്പന് ഇഷ്ടമാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും അവരുടെ ആ ലൈംഗികതയെ വരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഫോളോവേഴ്സ് കൂടുതലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാനിയുടെ സാരി കൊടുത്ത് പ്രത്യേക ഡ്രസ്സ് ഇടുന്നൊരു പെണ്ണിനൊരു 25,000 ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിയേഡായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹണി റോസിനെ പോലുള്ള അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഇടുന്ന ആൾക്ക് മില്യൺസ് ഓഫ് വ്യൂസും ലാക്സ് ഓഫ് ലൈക്കും കിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്തോട്ട് അതായത് ആൾക്കാർ കൂടുതലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളിലോട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അതിനെ ചില ആൾക്കാർ വിമർശിക്കും. അത് ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരുകൊണ്ട് കേസ് കൊടുക്കും. അവൻ ന്യായമായിട്ട് പറഞ്ഞ കാര്യത്തിന് വരെ അവനെ പൊക്കിയെടുത്തുകൊണ്ട് അകത്തിടും. നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം കുറേ നിളാ നമ്പ്യാരും എന്തുവാടെ ഏപ്പടം പോലല്ലേ ഓരോ റീൽസൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. സത്യം പറയാം, ഇതൊക്കെ 18+ കണ്ടല്ലേ. കൊച്ചു പിള്ളേർ വരെ കാണുന്നില്ലേ ഇതൊക്കെ. എന്നാൽ കൊച്ചു പിള്ളേരെ ഫോൺ വീഡിയോ കാണിച്ചുകൂടാ? ഇങ്ങനെയൊക്കെ കാണുന്നതിനേക്കാൾ നല്ലത്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല സത്യമായിട്ടും. എല്ലാവരും കാണും, ആരും കാണാതിരിക്കുന്നൊന്നുമില്ല. എല്ലാ പിള്ളേരും കാണും. അച്ഛൻ്റെ അമ്മേനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് സാക്ഷ്യം വരുന്നത് ഇതൊക്കെ ആയിരിക്കും. എന്നിട്ട് പറയും ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ഒരു മേശരിയെ വാർത്തെടുക്കാൻ. അല്ലാതെ നടക്കത്തില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് വരുന്നതുങ്ങൾ ഇതിനപ്പുറത്തേതായി. അത് അവരെ തെറ്റ് പറയാനും പറ്റില്ല. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ട് കുഞ്ഞുനാളിലെ മുതൽ വളർന്നു വരുന്നതൊക്കെ. ഇനി യൂറോപ്യൻ സ്റ്റാൻഡേർഡിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. യൂറോപ്പൊക്കെ സീനില്ല. അതായത് പാവത്തും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുമായിരിക്കും പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനല്ലേ, പുറത്തെല്ലാം അങ്ങനല്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് പുറമേ ഉള്ള പണ്ട് മുതലേ ഉള്ള രീതി അങ്ങനെയാണ്. അവർ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അവർക്ക് കാമക്കൊതി ഇല്ല.
അതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനല്ല. നമ്മുടെ നാട്ടിൽ ബേസിക്കലി ഇപ്പം നമ്മുടെ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആരും ശ്രദ്ധിക്കാനില്ല. ഇവിടെ ഒരു പെണ്ണ് കാണുന്ന കഴിഞ്ഞാൽ കിളവന്മാർ വരെ ഇങ്ങനെ നോക്കുന്നത്. ഈ നാട്ടിലൊക്കെ എന്തോ വിശ്വസിച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മളൊക്കെ പിള്ളേരൊക്കെ ഈ അമ്മാവന്മാർ വരെ വാങ്ങി നോക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുണ്ട്. ലുലു മാളിലൊക്കെ പോകണം, വലിയ മാമന്മാരൊക്കെ എന്നാ വാങ്ങി നോക്കുന്നത്. ഞാൻ പറഞ്ഞ കള്ളമാണ്. എറണാകുളത്തുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ട് കമൻറ്റ് ചെയ്യും. പിന്നെ ഇപ്പോഴുള്ള പിള്ളേർ പിന്നെയും കുറച്ചൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇവർക്ക് കാണാത്തത് കാണുമ്പോൾ എല്ലാവർക്കും കൗതുകമാണ്. അതെല്ലാം എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുമായിട്ടാണ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നിങ്ങൾ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയോ. തമാശ നിങ്ങൾ ഏതൊരു ഇപ്പം പറഞ്ഞ ആരുടെങ്കിലും ഒരാളുടെ പേര് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ഫോളോവർ കൗണ്ട് കൂടുതലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏറ്റവും മൂലം കാണിച്ചുകൊണ്ടുള്ള അങ്ങനെ ഇട്ടല്ലേ റീച്ച് കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി അത്. അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കാണിക്കുന്നത്. അത് ഇവർ ചിലപ്പം മനസ്സോടെ ചെയ്യുന്ന ആയിരിക്കത്തില്ല, മേ ബി കാണും റീച്ച് കിട്ടാൻ വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് ആരെങ്കിലും എടാ നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ഇങ്ങനത്തെ തുണി കിട്ടുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഡ്രസ്സിങ് സെൻസിൻ്റെ ചോദ്യം ചെയ്ത് ഇവന് പണി കൊടുക്കണം, എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത്, അഴി എണ്ണിപ്പിക്കുന്നത്, അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്, അവനെ ചീത്ത പറയുന്നത്. വല്ല ആവശ്യമുണ്ടോ ഇവിടെ? എന്ത് പാടേ ഇത് എന്തോ നാടാടേ? എല്ലാവർക്കും ജീവിക്കേണ്ടല്ലേ ഇവിടെ? ആമ്പിള്ളേർ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കുറ്റമായിട്ടും സത്യമാണ്. പെമ്പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണുങ്ങളെ ചുമ്മാതെ അവൻ എന്നെ വായി നോക്കി, അവൻ എൻ്റെ ഒക്കെ മോശമായിട്ട് പറഞ്ഞെന്ന് പറയുന്നത് എൻ്റെ പോലീസുകാർ ആമ്പിള്ളേരുടെ ചെവിക്കലി പൊട്ടി. ഒരു സംശയം വേണ്ട, പെമ്പിള്ളേരെ തുറത്തു പോലും ഇല്ല. സത്യം. ഇനി നിളാ നമ്പ്യാരും രശ്മി എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ തന്നെ റീച്ച് ആയി നിൽക്കുകയാണല്ലോ. ഇനി കുറേ ചേച്ചിമാരൊക്കെ ഇനി റീച്ച് ആവാൻ വരുന്നുണ്ട്. എല്ലാവരും റീച്ച് ആവട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഹണി റോസിന് വരെ ഇനി അടുത്തത് ഇനി ആരൊക്കെയാണ് വരാമോ, ഏതൊക്കെ ബോച്ചയ്ക്ക് വരെ ഇനി അടുത്ത് ആരൊക്കെയാണ് വരുന്നത്? ബോച്ച ഹണി റോസിനെ ഒന്നും ന്യായീകരിക്കുകയല്ല. നമ്മുടെ നാട് ഈ പോകുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വലിയ വലിയ ക്രൈമുകളൊക്കെ വരാൻ പോകുന്നത് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് രേഖപ്പെടുത്തും. ബൈ.